സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 1 പരിശുദ്ധ സഭ ഭക്തിക്കായി മാറ്റിവെച്ചിരിക്കുന്ന മാസം. പരിശുദ്ധ അമ്മ വഴി ദൈവത്തിനുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് ജപമാല. അവിടുത്തെ രക്ഷാകരമായ കർമ്മത്തിന്റെ യോഗ്യത പരിശുദ്ധ അമ്മയിലൂടെ മധ്യസ്ഥം തേടി നമുക്ക് സ്വീകരിക്കുന്നു. ഇന്ന് നാം പ്രാർത്ഥനയായി ഉറവിടുന്ന ജപമാല ചരിത്രം ആരംഭിക്കുന്നത് ഡൊമിനിക് സന്യാസ സ്ഥാപകനായ വിശുദ്ധ ഡൊമിനിക്കിലൂടെയാണ്. പാഷാണതയെ പരാജയപ്പെടുത്താൻ തന്റെ പ്രസംഗത്തെക്കാൾ ഭേദം ജപമാലയായിരിക്കുമെന്ന്, പാപത്തിനും ദൈവദൂഷണത്തിനുമുള്ള മറുപടി ജപമാലയായിരിക്കുമെന്ന് പരിശുദ്ധ ദൈവമാതാവ് വ്യക്തമാക്കി. 1521 ഒക്ടോബർ മാസത്തിൽ ക്രിസ്ത്യൻ സൈന്യം തുർക്കികളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. വിശുദ്ധ പിയൂസ് പഞ്ചമനും ഭക്തജനങ്ങളും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തുർക്കികളെ തോൽപ്പിക്കുകയും ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുകയും ചെയ്തു. ഈ വിജയത്തെ വിജയ മാതാവിന്റെ തിരുനാളായി കൊണ്ടാടി. 13-ാം ഗേയോസ് മാർപ്പാപ്പ ഈ തിരുനാളിനെ ജപമാല തിരുനാളായി നാമകരണം ചെയ്തു. 1216 ഈ തുർക്കികളെ വീണ്ടും പരാജയപ്പെടുത്തിയപ്പോൾ 13-ാം ലിയോൺ മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു. ഈ ഒക്ടോബർ മാസത്തിൽ ജപമാലയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ വളർന്ന് ഈശോയിലേക്ക് നമുക്ക് നടക്കാം. ആമേൻ.